ആദ്യം നമുക്ക് ഒരു കോട്ട് പരിശോധിച്ചുകൊണ്ട് ആരംഭിക്കാം. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ, ഡോണ്ട് ക്വസ്റ്റ്യൻ ഇറ്റ്, ട്രസ്റ്റ് ഇറ്റ്. ശ്രീബുദ്ധന്റെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു കോട്ടാണിത്. എല്ലാത്തിനും ഒരു കാരണമുണ്ട്, അത് ചോദ്യം ചെയ്യാതിരിക്കുക, അതിൽ വിശ്വസിക്കൂ എന്നാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. നമ്മൾ ചില ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങൾ നേരിടുമ്പോൾ ചിന്തിക്കാറില്ലേ, ഇതെന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കില്ല ജീവിതം ചുരുളഴിയുന്നത്. ചിലപ്പോൾ ബന്ധങ്ങൾ മുറിഞ്ഞു പോയേക്കാം, ജോലി നഷ്ടപ്പെട്ടേക്കാം, അസുഖം പിടിപെട്ടേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മളൊരു വിക്ടിം ഓഫ് ബാഡ് ലക്ക് എന്നുള്ള രീതി, ഒരു ദൗർഭാഗ്യത്തിന്റെ ഇര എന്ന നിലയിലാണ് സാധാരണയായി പ്രതികരിക്കുന്നത്. എന്നാൽ ഈ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ അക്നോളജ് ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിലും ശരി. ഇത് പറയുന്നത് ബുദ്ധിസത്തിൽ നിന്നുള്ള ഇതാണ്. അതായത് അക്കോർഡിംഗ് ടു ഏൻഷ്യന്റ് ബുദ്ധിസ്റ്റ് ഫിലോസഫി, എവറിത്തിങ്, എവറി എൻകൗണ്ടർ, എവറി സ്ട്രഗിൾ, എവറി മൊമെന്റ് ഓഫ് ജോയ് ഹാസ് എ പ്രൊഫൗണ്ട് മീനിങ് ഓർ റീസൺ എന്നാണ് പറയുന്നത്. ഈ ആഴമേറിയ സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ബുദ്ധിസ്റ്റ് ഫിലോസഫി 7 ആശയങ്ങളെ കോർത്തിണക്കി ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ചട്ടക്കൂട് നമുക്ക് നൽകുന്നു. അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് ഇംപെർമനൻസ്. ഇംപെർമനൻസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, താത്കാലികത അല്ലെങ്കിൽ അസ്ഥിരത എന്നുള്ളതാണ്. ശ്രീബുദ്ധന്റെ കോർ ടീച്ചിങ് ആണിത്. All conditioned things are impermanent. When one sees this with wisdom, one turns away from suffering എന്നാണ് പറയുന്നത്. എല്ലാ വസ്തുക്കളും താൽക്കാലികമാണ്. ഈ സത്യം ജ്ഞാനദൃഷ്ടിയോടെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ദുരിതങ്ങളിൽ നിന്ന് അകലെ പോകാൻ കഴിയും എന്നാണ് ധർമ്മപദയിൽ വേഴ്സ് 277 പറയുന്നത്. ഇതിന് പാലി ഭാഷയിൽ അനിത്യ എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അനിത്യ എന്ന് പറയുന്നു. നമ്മുടെ ആത്മീയ യാത്രയിൽ ആദ്യത്തെ പ്രിൻസിപ്പിളാണ് ഈ സത്യം മനസ്സിലാക്കുക. അതായത് എന്തൊക്കെയാണ് നിത്യമായിട്ടുള്ളത്, എന്താണ് അനിത്യമായിട്ടുള്ളത്, ഇത് തമ്മിലുള്ള ഒരു വിവേകം ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യത്തെ ചുവട്ടുപടി. ഈ ലോകത്തിൽ കാണുന്ന ഓരോ വസ്തുക്കളും ശാശ്വതമല്ല. നമുക്കറിയാം, കാലാവസ്ഥ നോക്കൂ, മാറിക്കൊണ്ടേയിരിക്കുന്നു. നദിയെ നോക്കൂ, ആ നദി ഓരോ ദിവസവും മാറി മാറി ഉള്ള സ്വഭാവം കാണിക്കുന്നു. എന്തിനേറെ പറയുന്നു, പർവ്വതം, മലകൾ, നക്ഷത്രങ്ങൾ ഏതും നശിച്ചു പോകുന്നുണ്ട് പതുക്കെ. നമ്മുടെ ശരീരത്തെ പരിശോധിച്ചാലോ, അതും അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഈ ഭൗതിക വസ്തുക്കളല്ലാതെ നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ബന്ധങ്ങൾ എന്നിവ എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഇത് ഒരു വലിയ സിദ്ധാന്തമാണ്, തത്വമാണ്. ഈ കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ ഈ വസ്തുക്കളോട് കൂടുതൽ അള്ളിപ്പിടിക്കാതിരിക്കാൻ സാധിക്കുന്നു. കൂടാതെ നമ്മുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇംപെർമനന്റ് ആണ് എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയും നൽകുന്നുണ്ടല്ലേ. ഇതാണ് ഇംപെർമനൻസ്. ഇതിന് ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ ഒരു സെൻ മാസ്റ്റർ ഒരു കൊട്ടാരത്തിൽ ചെന്നു. രാജാവ് ചോദിച്ചു, അങ്ങേക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ഇന്ന് കഴിയാൻ ഈ സത്രത്തിൽ ഒരു മുറി വേണം എന്ന് പറഞ്ഞു. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് സത്രമല്ല, ഇത് എൻ്റെ കൊട്ടാരമാണ്. അപ്പോൾ സെൻ മാസ്റ്റർ ചോദിച്ചു, ഓഹോ, താങ്കൾ ജനിക്കുന്നതിന് മുമ്പ് ഈ വീട്ടിൽ ആരാണ് താമസിച്ചിരുന്നത്? അതെന്റെ അച്ഛനാണ്, അദ്ദേഹം മരിച്ചുപോയി. ഓ, താങ്കളുടെ അച്ഛൻ
ജീവിക്കുന്നതിന് മുമ്പ് ഈ വീട്ടിൽ ആരാണ് താമസിച്ചിരുന്നത്? അതെന്റെ അച്ഛന്റെ അച്ഛനാണ്, അപ്പൂപ്പനാണ്. അദ്ദേഹവും മരിച്ചു പോയല്ലോ. അപ്പോൾ സെൻ മാസ്റ്റർ പറഞ്ഞു, കുറച്ചു കാലത്തേക്ക് വീതം ഒരു സ്ഥലത്ത് താമസിക്കുന്നെങ്കിൽ അത് സത്രമല്ലേ എന്ന്. ഈ കഥ ആഴമേറിയ സത്യം, അതായത് എല്ലാം ഒരു താത്കാലികമായ അവസ്ഥയാണെന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ തത്വം ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ കർമ്മ. കർമ്മ ഈസ് നോട്ട് എ കോസ്മിക് പണിഷ്മെന്റ് ബട്ട് എ യൂണിവേഴ്സൽ ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ്. യുവർ ആക്ഷൻസ് ക്രിയേറ്റ് യുവർ റിയാലിറ്റി എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓരോ വാക്കും ചിന്തകളും പ്രവൃത്തികളും ഒരു ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു, പുറപ്പെടുവിക്കുന്നു, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എനർജി എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ലോ ഓഫ് കർമ്മ പറയുന്നത്. ഇത് ചിലപ്പോൾ ഉടൻ തന്നെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. കാലങ്ങൾക്ക് ശേഷമായിരിക്കാം അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത്. നല്ല കർമ്മയ്ക്ക് നല്ല ഫലങ്ങളും ചീത്ത കർമ്മയ്ക്ക് മോശം ഫലങ്ങളും ഉണ്ടാകുന്നു. ഇതിനും ഒരു ചെറിയ സ്റ്റോറി പറയാം. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ 3 മന്ത്രിമാരെ വിളിച്ച് 3 ഒരേപോലത്തെ ബാഗുകൾ കൊടുത്തു. നിങ്ങൾ കാട്ടിൽ പോയി ഇതിൽ പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ മന്ത്രി വളരെ സത്യസന്ധനായിരുന്നു കേട്ടോ. അയാൾ വിചാരിച്ചു, ഓ, രാജാവിന് കഴിക്കാനുള്ള പഴങ്ങളല്ലേ, അപ്പോൾ ഏറ്റവും ഗുണമേന്മ കൂടിയ പഴങ്ങൾ തന്നെ ശേഖരിക്കണം എന്ന് കരുതി അയാളെ നല്ല പാകമായതും ജ്യൂസി ആയിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് ശേഖരിച്ചത്. എന്നാൽ രണ്ടാമത്തെ മന്ത്രി കുറച്ച് മടിയനായിരുന്നു. അയാൾ കുറച്ച് നല്ല പഴങ്ങളും കുറച്ച് മോശം പഴങ്ങളും ചേർത്ത് ശേഖരിച്ചു, ബാഗ് നിറച്ചു. മൂന്നാമത്തെ മന്ത്രി വളരെ കൗശലക്കാരനായിരുന്നു. അയാൾ വിചാരിച്ചത് എന്താണെന്നോ, രാജാവ് ഇതൊന്നും തുറന്നു നോക്കാൻ പോകുന്നില്ല, ബാഗ് നിറഞ്ഞിരിക്കണം എന്നല്ലേ ഉള്ളൂ എന്ന് കരുതി അയാൾ ആ ബാഗിൽ നിറയെ കരിയിലകളും കമ്പുകളും നിറച്ച് ബാഗ് അടച്ച് 3 പേരും ബാഗുമായി രാജസന്നിധിയിൽ ഹാജരായി. ഉടൻ രാജാവ് കൽപ്പിച്ചത് എന്താണെന്നോ, ഈ 3 പേരെയും 3 വ്യത്യസ്ത ജയിലറകൾക്കുള്ളിൽ അടച്ചിടുക. 2 ആഴ്ചത്തേക്ക് ഇവർക്ക് യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കുള്ള ഭക്ഷണം അവരുടെ കയ്യിലുള്ള ബാഗിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നോക്കൂ, ആ ആദ്യത്തെ മന്ത്രിക്ക് നല്ല ഫലങ്ങൾ ശേഖരിച്ചതുകൊണ്ട് ആ 2 ആഴ്ച സുഖമായി കഴിയാൻ സാധിച്ചു. എന്നാൽ രണ്ടാമനാകട്ടെ ആദ്യം കുറച്ച് ദിവസം നല്ല പഴങ്ങളൊക്കെ കഴിച്ചു, പക്ഷേ പിന്നീട് മോശമായിട്ടുള്ള കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് അസുഖം പിടിപെട്ടു. മൂന്നാമൻ അയാളുടെ ദുഷ്പ്രവൃത്തി കൊണ്ട് ആ ജയിലറക്കുള്ളിൽ കിടന്ന് മരണമടയേണ്ടി വന്നു. ഇതാണ് ലോ ഓഫ് കർമ്മ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനുള്ള ഫലം നമുക്ക് ലഭിക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മൂന്നാമത്തേതാണ് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആസക്തി. അറ്റാച്ച്മെന്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. നമ്മളെല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു ഇരയാണെന്ന് പറയാം. ഈ അറ്റാച്ച്മെന്റ് എന്നത് എന്താണ് ഈ അറ്റാച്ച്മെന്റ്? വല്ലാത്ത ഒരു അള്ളിപ്പിടുത്തം അല്ലെങ്കിൽ പറ്റിച്ചേരൽ ഓർ ക്ലിങ്ങിങ് ടു സർട്ടൻ തിങ്സ്. അത് വ്യക്തികളാകാം, വസ്തുക്കളാകാം, വിശ്വാസങ്ങളാകാം. ഇതിനോടെല്ലാം, ഈവൻ ആശയങ്ങളും ആകാം കേട്ടോ. ഇതിനോടെല്ലാം ഒരു വല്ലാത്ത ഒരു പറ്റിച്ചേരലാണ് അറ്റാച്ച്മെന്റ്. ഈ അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ അറ്റാച്ച്മെന്റ് നമുക്ക് പ്രതീക്ഷ നൽകുന്നു. ആ പ്രതീക്ഷയ്ക്കകത്ത് റിയാലിറ്റി വരാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം, ആങ്കർ, ഫ്രസ്ട്രേഷൻ, പെയിൻ എല്ലാം ഉണ്ടാകുന്നു. ഇതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത് ദ റൂട്ട് ഓഫ് സഫറിങ് ഈസ് അറ്റാച്ച്മെന്റ് എന്ന്.
ഒരിടത്ത് ഒരു ജ്ഞാനിയായ മനുഷ്യൻ തൻ്റെ 3 മക്കളെയും കൊണ്ട് ജീവിക്കുകയായിരുന്നു. ഇദ്ദേഹം വളരെ ജ്ഞാനിയാണ്. ഈ കുട്ടികൾക്ക് അവരുടെ കളിപ്പാട്ടങ്ങളോടും മറ്റ് വസ്തുക്കളോടും എല്ലാം വല്ലാത്ത അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികളായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ടത് വീടിന് തീ പിടിക്കുന്നതാണ്. ഇദ്ദേഹം ഉറക്കെ വിളിച്ചു പുറത്തേക്ക് വരാൻ. എന്നാൽ കുട്ടികൾ അവര് വളരെ എൻഗ്രോസ്ഡ് ആയിരുന്നു അവരുടെ കളിയിൽ. അവര് ആ വസ്തുക്കളുമായിട്ട് ഉള്ള ഒരു ഇതില് ഈ അച്ഛൻ പറഞ്ഞതൊന്നും പുറത്തു വരാൻ കൂട്ടാക്കിയില്ല. ഉടനെ ഇദ്ദേഹം കളം മാറ്റി ചവിട്ടി. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഓടി പുറത്തു വരൂ, ഇവിടെ നിങ്ങളെ കാത്ത് ഇതാ ഒരു നിധി ഇരിക്കുന്നു. ട്രഷർ അല്ലെങ്കിൽ നിധി എന്ന് കേട്ട ഉടനെ കുട്ടികൾ 3 പേരും ചാടി പുറത്തു വന്നു, എന്താണതെന്ന് കാണാനുള്ള ആകാംക്ഷയോടെ. അപ്പോൾ അദ്ദേഹം അവരെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് കുട്ടികൾക്ക് അപകടം മനസ്സിലായത്. അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു കൊടുത്തു, നമ്മൾ ഈ ലോകത്ത് ഉള്ള ഒരു വസ്തുക്കളോടും കൂടുതൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഈ പറ്റിച്ചേരൽ ഉണ്ടാകരുത്, അതിനോട് ആസക്തി ഉണ്ടാകരുത്. എങ്ങനെയാണോ തീനാളങ്ങൾ നമ്മുടെ വീടിനെ ഇല്ലാതാക്കിയത്, മാച്ചു കളഞ്ഞത്, അതുപോലെ ഇതെല്ലാം ഇല്ലാതെയാകും. എല്ലാ വസ്തുക്കളും കുറച്ചു കാലം ഉണ്ടാകും, വരുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, പിന്നീട് ഇല്ലാതെയാകുന്നു എന്ന് അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. 4-മത്തതാണ് വിസ്ഡം ഓഫ് അക്സെപ്റ്റൻസ്. സെറനിറ്റി കംസ് വെൻ യു ട്രേഡ് എക്സ്പെക്ടേഷൻസ് ഫോർ അക്സെപ്റ്റൻസ് എന്നാണ് ബുദ്ധ പറഞ്ഞിരിക്കുന്നത്. അനിഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പ്രതിരോധിക്കാൻ നിൽക്കാതെ നമ്മളത് സ്വീകരിക്കുക. അനിഷ്ടമായ സംഭവങ്ങളെക്കാൾ അതിനോടുള്ള പൊരുതലാണ് വാസ്തവത്തിൽ നമ്മുടെ സഫറിങ് കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ ശാന്തതയോടും വ്യക്തതയോടും കൂടി അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഒരു ചെറിയ സെൻസ് സ്റ്റോറി പറയാം. ഒരിടത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു. ഈ കർഷകന് ഒരു കുതിരയുണ്ടായിരുന്നു. ഒരിക്കൽ ഈ കുതിര കാട്ടിലേക്ക് പുറപ്പെട്ടു പോയി, വന്നില്ല. ഉടൻ തന്നെ അയൽവാസി വന്നിട്ട് പറഞ്ഞു, അയ്യോ, കഷ്ടമായി പോയല്ലോ, താങ്കളുടെ കുതിര നഷ്ടപ്പെട്ടു അല്ലേ. കർഷകൻ പറഞ്ഞു, ഹൂ നോസ് ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്, ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ആർക്കറിയാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുതിര 3-4 കാട്ടുകുതിരയുമായി ചേർന്ന് തിരിച്ചു വന്നു. ഉടൻ തന്നെ അയൽവാസി പറഞ്ഞു, ഓ, താങ്കളുടെ ഒരു ഭാഗ്യം നോക്കണേ, ഒരു കുതിരയ്ക്ക് പകരം ഇപ്പോൾ എത്ര കുതിരയായി. അപ്പോഴും കർഷകൻ ശാന്തനായി പറഞ്ഞത് ഇതാണ്, ഹൂ നോസ് ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്. കർഷകന്റെ മകൻ ഈ കാട്ടുകുതിരയുടെ പുറത്ത് സവാരി ചെയ്ത് താഴെ വീണ് കാലൊടിഞ്ഞു. ഉടൻ അയൽവാസി പറഞ്ഞു, അയ്യോ, കഷ്ടമായല്ലോ, താങ്കളുടെ മകന്റെ കാലൊടിഞ്ഞല്ലോ. അപ്പോഴും കർഷകൻ പറഞ്ഞു, ഹൂ നോസ് ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ് എന്ന്. അപ്പോഴാണ് അവിടെ യുദ്ധം പുറപ്പെട്ടത്. അധികാരികൾ ആർമി റിക്രൂട്ടിന് വേണ്ടി ഈ ഗ്രാമത്തിലെത്തി. എന്നാൽ കർഷകന്റെ മകൻ ഇഞ്ചുവേർഡ് ആയതുകൊണ്ട് അവനെ ആർമിയിലേക്ക് എടുത്തില്ല. ഇങ്ങനെയാണ് ജീവിതത്തിൽ സംഭവിക്കുക. ചിലപ്പോൾ നമ്മൾ ദൗർഭാഗ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗ്യമായി മാറും, അല്ലെങ്കിൽ ഭാഗ്യമെന്ന് കരുതുന്നത് ദൗർഭാഗ്യവുമാകാം. അപ്പോൾ എല്ലാം ഒരു വ്യക്തതയോടും ശാന്തതയോടും കൂടി സ്വീകരിക്കുക. അതാണ് വിസ്ഡം ഓഫ് അക്സെപ്റ്റൻസ്. 5-മത്തെ ആശയം ഹിഡൻ ലെസൺസ് ഇൻ അഡ്വേഴ്സിറ്റി എന്നാണ് പറയുന്നത്. നഷ്ടം, അസുഖങ്ങൾ, തോൽവി മുതലായ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ പ്രതികരിക്കുന്നത് അതിനോട് റിയാക്ട് ചെയ്തുകൊണ്ടാണ്. അത് സങ്കടമായിട്ടും ദേഷ്യമായിട്ടും എല്ലാം ഉള്ള റിയാക്ഷനാണ്. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇതെല്ലാം നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരു പാഠം അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഉടൻ തന്നെ നമുക്കിത് മനസ്സിലാവണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞായിരിക്കും മനസ്സിലാകുക. When adversity hurts,
ഒബ്സർവ്. ലൈഫ് ഈസ് ട്രൈങ് ടു ടീച്ച് യു സംതിങ് എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. എത്ര ശരിയാണല്ലേ? അപ്പോൾ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ യഥാർത്ഥ കഥ നമുക്കറിയാം. നാസി പട്ടാളത്തിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊടിയ പീഡനങ്ങളെല്ലാം അനുഭവിച്ച അദ്ദേഹം ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഒരു ലോഗോതെറാപ്പി ഡെവലപ്പ് ചെയ്ത് വിജയിച്ച, ജീവിതത്തിന് ആളുകൾക്ക്, ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ നൽകിയ ഒരു ന്യൂറോളജിസ്റ്റും സൈക്കോളജിസ്റ്റുമായിരുന്നു. ഇത് ഓരോ തോൽവികളും നമുക്കുള്ള ചവിട്ടുപടികളായിരിക്കും, ഒരവസരങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഇത് ഓരോന്നും നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും ഒരു ആത്മീയ വളർച്ചയ്ക്കും ഉള്ള ഒരു അവസരം കൂടി ഇത് നൽകുന്നുണ്ട്. ആറാമത്തെ ആശയമാണ് പ്രാക്ടീസ് ഓഫ് മൈൻഡ്ഫുൾനെസ്. ബി വേർ യു ആർ, അതർവൈസ് യു വിൽ മിസ് യുവർ ലൈഫ് എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ശ്രദ്ധാപൂർണത മൈൻഡ് പ്ലസിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഉണ്ണികൃഷ്ണൻ സാർ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ നിമിഷത്തിൽ നമ്മൾ ആങ്കർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതമുള്ളത്. നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ്സോടെ ഓരോ കാര്യവും ചെയ്യുമ്പോൾ നമുക്ക് അവബോധം കൂടുന്നു. അത് നമുക്ക് ഒരു നന്ദിയുടെ ഒരു ഭാവം നൽകുന്നു, ഒരു ഇന്നർ പീസും നൽകുന്നുണ്ട്. അവസാനത്തേതും ഏഴാമത്തേതുമായ ആശയമാണ് മെന്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. All that we are is the result of what we have thought. The mind is everything. What we think, we become. ഒന്നാമത്തെ വേഴ്സാണ് ധമ്മപദയിലുള്ള. We can transform pain to enlightenment, victimhood to victorhood, shifting from passivity to empowerment. ഇങ്ങനെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കഴിയുന്നു. നെൽസൺ മണ്ടേല ഇതിന് വലിയൊരു ഉദാഹരണമാണ്, അല്ലേ? 27 വർഷത്തെ ജയിൽ ജീവിതത്തിലൂടെ അദ്ദേഹം സത്യത്തിനും സമത്വത്തിനും നീതിക്കും വേണ്ടി പോരാടി ആഫ്രിക്കൻ ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഇത് ട്രാൻസ്ഫോർമേഷന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ചുരുക്കത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുമ്പോഴും അതിനൊരു കാരണമുണ്ട്. ഇത് സൂക്ഷ്മമായി പരിശോധിക്കുക, മൈൻഡ്ഫുള്ളായി ആക്സെപ്റ്റ് ചെയ്യുക, ഇംപെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അറ്റാച്ച്ഡ് ആവാതിരിക്കുക. നമ്മൾ ഓരോ തോൽവികളെയും നമുക്കുള്ള അവസരങ്ങളായി കണ്ട് ജീവിതത്തിൽ മുന്നേറുക. ഇനി നമുക്ക് ഈ കേട്ട കാര്യങ്ങൾ ഒന്ന് ധ്യാനിക്കാം.